ഏറെ പഴക്കമുള്ളതും ഒരു നൂറ്റാണ്ട് മുൻപ് അടഞ്ഞുപോയതുമായ കോതമംഗലം മൂന്നാർ റോഡ് തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു. BC 300-നും 250-നും ഇടയിലാണ് ഇതുവഴി ഒരു നടപ്പാത വ്യാപാര ആവശ്യങ്ങൾക്കായി ഉണ്ടാകുന്നത്. റിപ്പോർട്ടിലേക്ക്. കോതമംഗലത്ത് നിന്നും മൂന്നാറിലേക്കുള്ള പഴയ പാതയുടെ ചരിത്രത്തിന് ഏറെ പഴക്കമുണ്ട്. പഴയ രാജപാതയുടെ ഭാഗമായി നിർമ്മിച്ച പാലങ്ങൾ ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതെ ഇവിടെ കാണാം. വനത്തിൽ നിന്ന് ഈറ്റവെട്ടി പുറത്തേക്ക് കടക്കാനായി 1990 വരെ ഈ പാത ഭാഗികമായെങ്കിലും ഉപയോഗിച്ചിരുന്നു. മധുരയെയും മുസിരീസ് അഥവാ ഇന്നത്തെ കൊടുങ്ങല്ലൂരിനെയും ബന്ധിപ്പിക്കുന്ന വ്യാപാര ഇടനാഴിയിലേക്കുള്ളതായിരുന്നു ഇത്. 1341 വെള്ളപ്പൊക്കം മുസിരീസ് തുറമുഖത്തിന്റെ അന്ത്യം കുറിച്ചതോടെ വ്യാപാര ഇടനാഴിയും വിസ്മൃതമായി. സുഗന്ധദ്രവ്യങ്ങളുടെ ചരക്ക് നീക്കത്തിനായി കാളവണ്ടി ഓടാനുള്ള വീതിയോടെയാണ് ആലുവ, കോതമംഗലം, തട്ടേക്കാട്, കുട്ടമ്പുഴ, പൂയംകുട്ടി, പിണ്ടിമേട്, കുറത്തിക്കുടി, പെരുമ്പൻകുത്ത്, ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്ക് രാജപാത പുനർനിർമ്മിച്ചത്. ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട പാതയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ, കോതമംഗലം മുതൽ മൂന്നാർ വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ 82 കിലോമീറ്റർ ദൂരമുണ്ട്. പക്ഷേ ഈ ഒരു പാതയിലൂടെ മൂന്നാറിൽ എത്തിച്ചേരാൻ 58 കിലോമീറ്റർ മാത്രം മതി. അതായത് 24 കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. അതും ആ വ്യത്യാസം മാത്രമല്ല, നമുക്കറിയാം, നേരിമംഗലം വഴിയിലൂടെ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ വളവും തിരിവും അതോടൊപ്പം ചെങ്കുത്തായ മലകളൊക്കെ ആയിട്ട് പലപ്പോഴും മഴക്കാലത്ത് ഒത്തിരിയേറെ തടസ്സങ്ങൾ ഉണ്ടാകുന്നു. പലർക്കും ജീവഹാനി സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പാതയുടെ പ്രത്യേകത വളവുകളോ തിരിവുകളോ അധികമില്ലാതെ, ചെരുവുകളൊന്നുമില്ലാതെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാതയാണ്. അതായത് ഒത്തിരി കയറ്റങ്ങളില്ല, ഇറക്കങ്ങളില്ല. കൃത്യമായിട്ട് ഒരു കാനന ഭംഗി ആസ്വദിച്ച് നന്നായിട്ട് തന്നെ ഒരു ടൂറിസ്റ്റുകാർക്കോ അല്ലെങ്കിൽ ആളുകൾക്കോ ഒക്കെ പോകാൻ പറ്റുന്ന സുരക്ഷിതമായ ഒരു പാതയാണ്. 90കളിൽ വനം വകുപ്പ് പൂയംകുട്ടിയിൽ ജനവാസ മേഖല അവസാനിക്കുന്ന സിമന്റ് ഭാഗത്ത് ക്രോസ് ബാർ സ്ഥാപിച്ച് ഗതാഗതം നിരോധിച്ചു. 2010 പൂർണ്ണമായി അടച്ചുകെട്ടി വനം വകുപ്പിന്റെ സ്വന്തമാക്കി. ആലുവ മൂന്നാർ പഴയ റോഡ് ആവശ്യപ്പെട്ട് സമരം നടത്തിയതിന്റെ പേരിൽ നിരവധി പേർക്കെതിരെ വനം വകുപ്പ് കേസെടുത്തതും പ്രതിഷേധത്തിനിടവരുത്തി. രാജപാത തുറന്നു കിട്ടണോടം വരെ ഞങ്ങൾ പോരാടും. ഞങ്ങള് ഈറ്റ വെട്ടിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഞങ്ങളുടെ ഇതുപോലെ തന്നെ ഞങ്ങൾക്കൊരു സ്ഥലങ്ങൾക്കൊരു വില കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ പിള്ളേർക്ക് ഒരു പുരോഗമനം ഉണ്ടെങ്കിലോ ഒക്കെ ഞങ്ങൾക്ക് ഈ രാജപാത തുറന്നു കിട്ടണം. റോഡ് വിഷയത്തിൽ ഇല്ലാത്ത അവകാശം സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പെന്നാണ് പൊതുജനപക്ഷം. നേരത്തെ മുതൽ സഞ്ചാരയോഗ്യമാക്കിയ വഴികളാണ്. ആ വഴികൾ കൊട്ടിയടയ്ക്കപ്പെടുന്നത് ഒരു സാഹചര്യത്തിൽ നല്ലതല്ല. കാരണം ഇത്രയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു റോഡാണത്. അപ്പൊ ആ റോഡ് സ്വാഭാവികമായിട്ടും അത് സർക്കാർ ഇടപെട്ട് തുറന്നു തരണം. അപ്പൊ അത് തുറന്നു കിട്ടുന്നവരെ നമ്മൾ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. രാജഭരണകാലത്ത് അനുവദിച്ചു നൽകിയ സഞ്ചാര സ്വാതന്ത്ര്യം ജനാധിപത്യത്തിൽ നിഷേധിക്കുന്ന അവസ്ഥയാണ്. ഇതിന് പരിഹാരം കാണുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതും ഒരു എളുപ്പവഴി. PWDയും വനം വകുപ്പും ഒന്നിച്ചിരുന്ന് ഒരു പ്രശ്ന പരിഹാരം വളരെ എളുപ്പത്തിൽ സാധ്യമാണ്. ഇത് നടന്നാൽ ടൂറിസം മേഖലയ്ക്ക് ഇതൊരു മുതൽക്കൂട്ടാകും. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പൂയംകുട്ടിയിൽ നിന്നും ജോസഫ് മാർട്ടിൻ.